ഹലോ ഗൈസ്, ഇന്ന് രാത്രി എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് നിന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഓടി വന്നത് വേറെ ഒന്നല്ല കേട്ടോ, പുട്ടാട്ടോ. അരിപ്പുട്ട് ഗോതമ്പ് പുട്ടൊക്കെ കഴിച്ച് മടുത്ത് ഇന്ന് നമ്മൾ റവപ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു. ആരാണ് ഒരു സന്തോഷം ആഗ്രഹിക്കാത്തല്ലേ. അപ്പോഴത്തേക്ക് അത്തുസ് എഴുന്നേറ്റായിരുന്നു. പിന്നെ അവളെ ഞാൻ ഒന്നും കൂടി കാല് കിടത്തി ആട്ടി ഉറക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റവ വറുത്തു. എനിക്കാണെങ്കിൽ വറുത്ത റവ എന്ന് അതിൽ എഴുതിയ പോലെ ഒന്നും കൂടി വറുക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. പിന്നെ വേറെ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് നിന്നപ്പോൾ അതിലോട്ട് മുട്ടക്കറി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് നമ്മൾ അതൊന്ന് വഴറ്റുന്ന സമയത്തേക്ക് നമ്മൾ പുട്ടുള്ള തേങ്ങ തിരുമ്മി പുട്ട് നിറച്ച് കുക്കറിൽ വെച്ചു. ഇതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പൊക്കെ വരും. അപ്പോഴത്തേക്കും പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്രം കഴുകി വെച്ചു. രാത്രി തന്നെ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത്രയും പണി ഉണ്ടാവില്ല. അങ്ങനെ സവോള എല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും മസാലപ്പൊടികളെല്ലാം വിതറിയിട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മുട്ട എല്ലാം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി, പുട്ട് റെഡിയായി ഗൈസ്. ഇനി പോയിട്ട് കഴിച്ചിട്ട് കിടന്നുറക്കട്ടെ കേട്ടോ. അപ്പോൾ ബൈ.